തകർന്നവർക്ക് സൗഖ്യവും ബദ്ധന്മാർക്ക് വിടുതലും. പ്രയർ ആൻഡ് പവർ മിനിസ്ട്രീസ് ഒരുക്കുന്ന വേർഡ് ആൻഡ് പവർ എന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ദീർഘവർഷങ്ങളായി കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വചനപ്രഘോഷണം ചെയ്തു വരുന്ന കർത്തൃദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് നിങ്ങൾക്കായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ഈ വചന കേൾവി ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ദിവസത്തിന്റെ ഈ പ്രത്യേക മണിക്കൂറുകളിൽ ജീവനുള്ള ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളെ സന്ധിക്കുവാൻ ദൈവം തരുന്ന അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കും. ലോകമെമ്പാടും ഈ പ്രത്യേക ദിവസം യേശുക്രിസ്തുവിന്റെ തിരുവവതാരത്തെ ഓർത്ത് സന്തോഷിക്കുന്ന നല്ല ദിനമാണല്ലോ. എനിക്കും ആ മേഖലയിൽ നിങ്ങളെ ദൈവവചനവുമായി ബന്ധപ്പെടാൻ ദൈവം തരുന്ന അവസരങ്ങളെ ഓർത്ത് വീണ്ടും ദൈവത്തിന് സ്തുതി അർപ്പിക്കുക. ദൈവത്തിന് നാമം മഹത്വപ്പെടുമാറാകട്ടെ. അപ്പോൾ തന്നെ നാളുകളായി നാം വേർഡ് ആൻഡ് പവർ എന്ന ഈ ദൈവവചന ശുശ്രൂഷ പൗരുഷൻ ടി വിയിൽ കൂടെ നിങ്ങൾ അനേകരെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു. അത് അനേകർക്ക് വിടുതലിനും അനുഗ്രഹത്തിനും കാരണമാകുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. അനേകരെ ദൈവവചനം കേട്ട് കൗൺസിലിങ്ങിനായിട്ടും പ്രാർത്ഥനയ്ക്കായിട്ടും വിളിക്കുന്നു. അവരോടൊക്കെ ഞങ്ങൾ മറുപടി പറയുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം അത് വിടുവിക്കുന്നു, വിടുതലയക്കുന്നു എന്നറിയുന്നതിൽ അധികം സന്തോഷത്തോടെ ഉള്ളെന്ന് പറഞ്ഞ നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ മണിക്കൂറുകൾ നിങ്ങളുടെ നടുവിലായിരിക്കുന്നു. അതുകൊണ്ട് ആരംഭത്തിൽ തന്നെ ഈ പ്രത്യേക ദിവസം എല്ലാവർക്കും അനുഗ്രഹീതമായ ക്രിസ്തുമസിൻ്റെ സന്തോഷം, ദൈവിക സമാധാനം, ദൈവിക അനുഗ്രഹങ്ങൾ എല്ലാവർക്കും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ആ ഭാഗം നിർത്തുന്നു. ദൈവം നമ്മെ ഇന്ന് പകൽക്കാലം ദൈവവചനത്തിൽ കൂടെ സഹായിക്കുവാനായിട്ട് ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗപിതാവേ, അങ്ങേപ്പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ വീണ്ടും ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യാൻ ആമേൻ. നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് കർത്താവെ, മനുഷ്യജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ ഭൂമിയിൽ കടന്നു വന്ന ആ വലിയവനായ ദൈവത്തിൻ്റെ ആ ജനനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന, അതിൽ സന്തോഷിക്കുന്ന വലിയ സമൂഹത്തോട് ചേർന്ന് ഞങ്ങൾ ഇതിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ ചില സത്യങ്ങളെ വിളിച്ചു പറയാൻ ശ്രമിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം തന്ന കൃപ തന്ന എളിയവനെയും ബലപ്പെടുത്തണമേ, തിരുനാമത്തിൽ കൂടെ മഹത്വപ്പെടണമേ എന്ന് ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശിഷ്ടത്തെയും ദൈവാത്മാവ് സഹായിച്ച് അനുഗ്രഹിക്കണം. തിരുനാമം മഹത്വപ്പെടണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ ഓർപ്പിച്ചതുപോലെ, നാം അറിയുന്നത് പോലെ ഈ പ്രത്യേക ദിവസം അനുഗ്രഹത്തിൻ്റെയും ജാതിമത വ്യത്യാസമെന്നീ എല്ലാവരും സന്തോഷിക്കുന്ന ഒരു പ്രത്യേക സുദിനമാണല്ലോ. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ അതിന് ചില വാക്യങ്ങളിലൂടെ, ചില വചനത്തിൽ കൂടെയുള്ള ചില സത്യങ്ങളിലൂടെ മനസ്സിലാക്കണം. അതിനാണ് ഈ പ്രത്യേക ദിവസം നിങ്ങളെ പരിശുദ്ധാത്മാവ് ഉണർച്ചട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ നിൽക്കുന്നത്. ദൈവം നമ്മെ സഹായിട്ടെ. രണ്ട് വാക്യം ഞാൻ വായിക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 10-14 വാക്യങ്ങൾ, പിന്നെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നും ഒരു വാക്യം കൂടെ വായിക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. അത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ ഒരു വാക്യമാണ്. അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അവതാരത്തോട് ബന്ധപ്പെട്ട പരിശുദ്ധാത്മാവ് യോഹന്നാനിൽ കൂടെ വെളിപ്പെടുത്തിയ മനോഹരമായ ഒരു വചനമാണ്. അതും കൂടെ ഇതിൻ്റെ കൂടെ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. 2 വാക്യം വായിക്കും. അതിന് ലൂക്കോസ് 10. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കും. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് എന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. 14-ാം വാക്യം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം അല്ലേ. മനോഹരമായ വചനം. ഒരു വാക്യം കൂടെ വായിക്കാം. ഇതെല്ലാം ദൈവപ്രവചനത്തിൻ്റെ വെളിപ്പാടുകളാണ്, നിവൃത്തിയാണ്. അതിൻ്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ വായിച്ച വചനങ്ങളൊക്കെ നമുക്ക് പരിചയമായിട്ടുള്ള വാക്യങ്ങളാണ് അല്ലേ. 4 സുവിശേഷങ്ങളിൽ കൂടെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന മനോഹരമായ മർമ്മങ്ങളാണ്. 4 സുവിശേഷങ്ങൾ യേശു കർത്താവിൻ്റെ ജനനം, പ്രവർത്തനം, ക്രൂശുമരണം, പിന്നെ ഉയർത്തെഴുന്നേൽപ്പാണ് പറഞ്ഞിരിക്കുന്നെങ്കിലും ഇതിനകത്ത് 4 കാര്യങ്ങൾ പ്രത്യേകമായിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെയാണ് വിളിച്ചറിയിക്കുന്നത്. എന്താ രാജ്യത്വം? രാജാവായി പിറന്നവൻ, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് ചോദിക്കുന്നു. വിദ്വാൻമാർ അവിടെ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ വെച്ചു. രാജ്യത്വമാണ്. 2, മർക്കോസിൻ്റെ സുവിശേഷം സർവൻഷിപ്പ്, അതായത് യേശു ക്രിസ്തുവിൻ്റെ ദാസ്യത്വത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം ഹ്യൂമാനിറ്റി, മനുഷ്യത്വത്തെ ആണ് വെളിപ്പെടുത്തുന്നത്. പിന്നെ യോഹന്നാൻ സുവിശേഷത്തിലേക്ക് വരുമ്പോഴാണ്
ഇവിടെ പ്രത്യേകമായിട്ട് എന്തുവാ, ദ ഡിവിനിറ്റി ഓഫ് ജീസസ്, യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്ന ഒരു മനോഹരമായ വേദഭാഗമാണ് യോഹന്നാൻ്റെ സുവിശേഷം. എന്ന് മാത്രമല്ല, യേശു ക്രിസ്തു ദ സൺ ഓഫ് ഗോഡ്, ദൈവപുത്രൻ എന്നുള്ള വെളിപ്പാടും ഈ മേഖലയിൽ നമുക്ക് കാണുവാനായിരുന്നു. ഈ ആദ്യത്തെ 3 സുവിശേഷങ്ങളും യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഈവൻസ് ഇൻ ദ ലൈഫ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ആ മേഖലയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ യോഹന്നാൻ സുവിശേഷത്തിലെ ഇതിൻ്റെ അർത്ഥം എന്താണ്, വാട്ട്സ് ദ മീനിങ് ഓഫ് ഓൾ ദീസ് മിറക്കിൾസ് ദാറ്റ് ഹാപ്പൻഡ് ഓർ ദ വർക്ക് ദാറ്റ് ഡൺ ബൈ ജീസസ്, യേശു കർത്താവ് ചെയ്തെടുത്ത ഈ പ്രവർത്തന, അതായത് പരിശുദ്ധ ശുശ്രൂഷയുടെ മേഖലകളിൽ ചെയ്തെടുത്ത കാര്യങ്ങളുടെ അർത്ഥം എന്താണ് എന്നാണ് യോഹന്നാൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതെ, അതവിടെ നിൽക്കട്ടെ. അതവിടെ പറഞ്ഞിട്ട് എന്താണ് നമുക്ക് എല്ലാവരും നാളുകളായി കേൾക്കുന്ന വിഷയമാണ് അറിയുന്നത്. എന്തുവാ, യേശു കർത്താവിൻ്റെ ജനനത്തിന് പശ്ചാത്തലത്തിലോട്ടൊന്നും പോകാൻ സമയമില്ല. ദൂതൻ വിളിച്ചു പറയുകയല്ലേ ജനനത്തെക്കുറിച്ച്, അത്യുന്നതങ്ങളിൽ മഹത്വം. ആരംഭത്തിൽ അതിനു മുമ്പായിട്ട് പറയുന്നു, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ളൊരു മഹാസന്തോഷം അല്ലേ, സ്തോത്രം. അവരത് കേട്ടു. അതിപ്പം മനസ്സിലാക്കേണ്ടത്, ആ വാദവചനം നമ്മൾ ചിന്തിക്കുമ്പോൾ യേശുവിൻ്റെ ജനനത്തിൽ ആദ്യത്തെ ഉള്ള അഷുറൻസ് ഭയപ്പെടേണ്ടെന്നാണ്. അന്നത്തെ കൂടിയിരുന്ന അതല്ല, പെട്ടെന്ന് അന്തരീക്ഷത്തിൽ ഒരു പക്ഷേ അപ്രതീക്ഷിതമായൊരു ശബ്ദം കേൾക്കുമ്പോൾ അത് നമ്മൾ ഫിസിക്കലി ചിന്തിക്കുമ്പോൾ ഭയപ്പെട്ടു പോകാം. അതുകൊണ്ട് ഫസ്റ്റ് തിങ് അവർ അഷുറൻസ് കൊടുക്കുകയാണ്, ഭയപ്പെടേണ്ട, ഡു നോട്ട് ഫിയർ അറ്റ് ഓൾ. അപ്പം നമ്മളത് മനസ്സിലാക്കേണ്ടത്, യേശുവിൻ്റെ ജനനം ലോകത്തെമ്പാടുമുള്ള ജനത്തിന് അവൻ്റെ ഭയം മാറ്റുന്ന വലിയൊരു അഷുറൻസ് ആണ് കേട്ടോ. ഭയത്തിലല്ലയോ ഇന്ന് ലോകമാകമാനം, വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും സഭയിലും സംഘടനകളിലും രാഷ്ട്രീയ മണ്ഡലങ്ങളിലും രാഷ്ട്രങ്ങളിലും എല്ലാം ഭയത്തിൻ്റെ കരുനിഴലാണ്. സമാധാനത്തോടെ യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. ഉണ്ടോ? എപ്പോഴാണ് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്, ബഹളം പൊട്ടിപ്പുറപ്പെടുന്നുള്ള ഭീതിയുടെ കരുനിഴലായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ തൻ്റെ മക്കൾക്ക് തന്നിൽ ആശ്രയം വയ്ക്കുന്ന എൻ്റെ ഭക്തന്മാർക്ക് ദൈവം പറഞ്ഞു കൊടുക്കുന്നു, ഉറപ്പിക്കുന്നു, ഭയപ്പെടേണ്ട, ഫിയർ നോട്ട്. ഈ മണിക്കൂറുകളിൽ ഈ ക്രിസ്മസിൻ്റെ മനോഹരമായ ദിവസത്തിൽ ദൈവവചനം കേൾക്കുന്ന ഏവരുമേ ഭയപ്പെടുന്ന ഏതെങ്കിലും സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, രക്ഷകനായി പിറന്ന കർത്താവിൻ്റെ സാന്നിധ്യം നിൻ്റെ ജീവിതത്തിൻ്റെ ഭയത്തെ മാറ്റാൻ മതിയായതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം നിർത്തുകയാണ്. സ്തോത്രം ചെയ്യട്ടെ. എല്ലാ ഭയങ്ങളെയും ദൈവസന്നിധിയിൽ അതിന് പരിഹാരമുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നടത്തുമെന്ന് കൽപ്പിച്ച കർത്താവിൻ്റെ വചനത്തിൽ ബലപ്പെട്ട് ജീവിക്കാൻ ഇടയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ആശംസയോടെ മുന്നോട്ട് നീങ്ങട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യും. എല്ലാ ഭയങ്ങളും മാറട്ടെ, ഭയപ്പെടേണ്ട. ഇല്ലേ? പിന്നെ എന്തുവാ പറഞ്ഞത്, എന്താണെന്നറിയാം. അവിടെ വാക്യം നമ്മൾ വായിച്ചുള്ളൂ. ഭയപ്പെടേണ്ട, ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനുണ്ടാകാനുള്ളൊരു മഹാസന്തോഷം. ഇവിടെ ഒരു പ്രത്യേക മീനിങ് ഉണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ജനനം ഏതെങ്കിലും ഒരു പ്രത്യേക ജാതിക്ക് വേണ്ടിയല്ല. പലരും ചിന്തിക്കും യേശു ക്രിസ്ത്യാനിയുടെ ദൈവം. നോ 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 നോ, അങ്ങനെയല്ല കേട്ടോ. ആരും ധരിക്കല്ലോ. ഈ മണിക്കൂർ ജാതി മത വ്യത്യാസം ഇനിയുള്ളവരെ ദൈവത്തിനെ കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള സത്യമാണ്. അതുകൊണ്ട് എല്ലാവരോടും പറയട്ടെ, ഒന്നുകൂടെ ഉറച്ച് ആവർത്തിച്ച് പറയുക, സർവ്വജനത്തിനും ഉള്ള ഒരു മഹാസന്തോഷമാണ് യേശുവിൻ്റെ ജനനം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45:22 വായിക്കുന്നു, സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുവീൻ. സകലർക്കും, ലുക്ക് അൺടു മീ ആൻഡ് ബി സേവ്ഡ് ഓൾ ദി എൻഡ്സ് ഓഫ് ദി എർത്ത്, ഓൾ ദി ജനറേഷൻസ്. എല്ലാവരും രക്ഷപ്പെടാനുള്ള ഏകമാർഗം യേശു ക്രിസ്തുവിൻ്റെ മാർഗം. നോക്കുന്നവർക്ക് ജീവൻ പ്രാപിക്കുന്ന മനോഹരമായ പ്രത്യാശയുടെ മേഖലകളിലേക്ക് നമ്മെ നടത്തിയെടുക്കുന്ന ഐശ്വര്യമായ നാളുകൾ ലഭിപ്പാൻ ഈ വലിയ സന്തോഷത്തിൻ്റെ ഉടമകളായി തീരണം. മുമ്പ് ഞാൻ ഭയത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇന്ന് സന്തോഷമുണ്ടോ? സന്തോഷം എവിടെ പോയി അല്ലേ? എല്ലാം ഉണ്ടെങ്കിലും സന്തോഷമില്ല. എവരിതിങ് ഫൈനാൻഷ്യലി ഒക്കെ വളരെ സൗണ്ടാണ് പലരും. എന്നാൽ ഇപ്പോൾ പാവങ്ങളില്ലെന്ന് ഞാൻ പറയുന്നില്ല, വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്നവരാണ്. എന്നാൽ നല്ലൊരു പങ്കുമുണ്ട്. പക്ഷേ അന്തർഭാഗത്തിലെ സത്യം പരിശോധിക്കുമ്പോൾ ദുഃഖമാണ് അല്ലേ? ഭവനത്തിൽ സ്വസ്ഥതയില്ല, കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകൾ, കുഞ്ഞുങ്ങളെ ദൈവത്തെ അനുസരിക്കാതെ മാതാപിതാക്കളെ അനുസരിക്കുന്ന കാലഘട്ടം, അങ്ങനെ ഒന്നിന് മേഖല ഒന്നായിട്ട് വേദനിപ്പിക്കുന്ന ആ സാഹചര്യങ്ങൾ വന്നുകൂടിയിരിക്കുന്ന ഒരു കാലഘട്ടം. എവിടെ സന്തോഷം? സന്തോഷം ഒരു മരീചികയായി മാറുമ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നു, യേശു ക്രിസ്തുവിന് ജനനം നിനക്ക് സന്തോഷമല്ല, മഹാസന്തോഷം. വാട്ട് എ വണ്ടർഫുൾ പ്രിവിലേജ് ഇറ്റ് ഈസ്. ഈ മണിക്കൂറുകളിൽ വാസ്തവമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്ത് വരുന്നവർക്ക് ഈ വലിയ സന്തോഷം സർവ്വജനത്തിനും ഉണ്ടാകാനുള്ളൊരു മഹാസന്തോഷത്തിൻ്റെ പ്രഖ്യാപനമാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൽ കൂടെ നമുക്ക് ലഭിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്
അപ്പൊ ഈ ക്രിസ്തു രക്ഷിതാവാണ്, രക്ഷിക്കുന്നവനാണ്. എന്ത്? പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ, രോഗത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ, പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവൻ, വിടുവിക്കുന്നവൻ. വിടുതലിനെ കുറിച്ച് ഒത്തിരി പറയാനുണ്ട്, ഒത്തിരി ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ വിടുതലിന്റെ കർത്താവ്, രക്ഷിക്കുന്ന കർത്താവ് നിനക്കുണ്ടായി. ഇത് സന്ദേശമാണ് സുവിശേഷം നൽകുന്നത്, ദൈവവചനം നൽകുന്ന ക്രിസ്മസിന്റെ സന്ദേശം അതാണ്. എന്താണ്? ദൈവം മനുഷ്യനായി, ഗോഡ് ഇൻകാർണേറ്റഡ്. അത് ഞാൻ പറയാം. ദൈവത്തിന് സ്തോത്രം. അത് മാത്രമല്ല, ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. 14 അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ദൈവപ്രസാദമുള്ള ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമുണ്ടോ? എവിടെ? അതൊന്നില്ലേ? അതും തീർന്നില്ലേ? ഇല്ല. രോഗങ്ങൾ, യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, രോഗപീഠകൾ, ആമേൻ, സ്തോത്ര, യുദ്ധത്തിന്റെ സ്തുതികൾ, ആമേൻ, ആയിരങ്ങൾ ചത്തൊടുങ്ങുന്നു, ആമേൻ. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ ചോദിക്കട്ടെ, എവിടെയാ സമാധാനം? സമാധാനത്തിന്റെ സന്ദേശങ്ങളൊക്കെ കേൾക്കാം, അല്ലെങ്കിൽ അതിന് മീറ്റിങ്ങുകൾ കൂടുന്നു, സമ്മേളനങ്ങൾ നടത്തുന്നു, ലോകരാഷ്ട്രമൊക്കെ നേതാക്കന്മാർ കൂടുന്നു. പക്ഷേ സമ്മേളനങ്ങൾ കൂടുന്നെങ്കിലും സമാധാനം ഒരു മരീചികയായി അവസാനിക്കും. അങ്ങനെയല്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, എൻ്റെ സമാധാനം തരാമെന്ന് കൽപ്പിച്ചു പോയ കർത്താവ് ഈ ഭൂമി വന്നപ്പോഴേ മനുഷ്യാദിക്ക് നൽകിയ സമാധാനത്തെ, അത്യുന്നതങ്ങളെ ദൈവത്തിന് മഹത്വം. സമാധാനം ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് ആ സമാധാനം. അപ്പൊ ദൈവപ്രസാദമുള്ളവരായി ജീവിപ്പാൻ, ദൈവത്തിങ്കിലേക്ക് നോക്കാനാണ് ഈ ആലോചന നമുക്ക് തരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഒടുവിൽ വായിച്ചു, യോഹന്നാൻ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു, വചനം ജഡമായി തീർന്നു. അതാണ് മിസ്റ്ററി കേട്ടോ, അതാണ് മർമ്മം. അത്യുന്നത മഹോന്നതങ്ങളെ, ഉന്നതങ്ങളെ വസിക്കുകയും താണകാര്യങ്ങളെ സൂക്ഷിച്ചറിയുകയും ചെയ്യുന്ന വലിയവനായ ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് മനുഷ്യാതിരെ രക്ഷയ്ക്ക് വേണ്ടി അയച്ചു. ദൈവമായിട്ട് അവിടെ ഇരുന്നാൽ മതിയായിരുന്നു. പക്ഷേ വേദപുസ്തകത്തിലെ ഏറ്റവും മനോഹരമായ വാക്യമെന്ന് വേദചിന്തകന്മാർ പറയുന്നു, യോഹന്നാൻ 3:16. God so loved the world that he gave his only begotten son. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. നമുക്ക് വേണ്ടി, നിനക്ക് വേണ്ടി. നീ നശിച്ചു പോകല്ലേ, നിത്യനരകത്തിൽ തകർന്നു പോകല്ലേ, ദൈവകൃപയുടെ കരങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാന്തരീക്ഷങ്ങൾ ആയുസ് ധന്യമായി തീരാൻ കർത്താവേ, ആമേൻ, നിന്റെ സ്നേഹം തേടി വന്നല്ലോ എന്ന് ഓർത്തൊന്ന് ചിന്തിക്കാൻ കഴിയുമോ? പരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധി വിനയപ്പെടാൻ നമുക്കിടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. വചനം ജഡമായി തീർന്നു, ഗോഡ് became man. അതാണ് അതിനകത്ത് ഒരു മർമ്മമുണ്ട്. എന്നാന്നറിയാവും? When God was God and man was man. ദൈവവും മനുഷ്യനായിരിക്കും. There was no way of communication. ഉന്നതനായ ദൈവവുമായിട്ട് നമുക്ക് ആശയവിനിമയം നടത്താൻ ഒരു വഴിയുമില്ലാതെ. കാരണം ഗോഡ് ഈസ് ആൻ ഇൻഫിനിറ്റ് ഗോഡ്. അതുല്യനായ ദൈവം, ഒരു മനുഷ്യനും അടുക്കാൻ കഴിയത്തില്ല. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, തത്വത്തിന്റെ പ്രഭയും തേജസ്സിന്റെ മുദ്രയും എന്നൊക്കെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അത്ര ഉന്നതനായ ദൈവത്തെ, ഫൈനൈറ്റ് ആയിട്ടുള്ള പരിമിതിയുള്ള മനുഷ്യൻ, കാറ്റുപോയാൽ ആമേൻ 24 മണിക്കൂർ കഴിയുമ്പോൾ സംഗതി മാറുമല്ലോ, വിസ്തരിക്കണ്ടല്ലോ. ആ മനുഷ്യന് ദൈവത്തോട് അടുക്കാൻ ഒരു വഴിയും ഇല്ലാതിരുന്നപ്പോഴാണ് ദൈവത്തിന് സ്നേഹം വെളിപ്പെട്ടത് കേട്ടോ, യേശു ക്രിസ്തുവിൽ കൂടെ. അതാണ് യേശു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ ക്രിസ്മസ് എന്ന് നാം പറയുന്ന ഈ പ്രത്യേക അന്തരീക്ഷത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വലിയ ദൈവസ്നേഹം. ദൈവത്തോട് നേരിട്ട് അടുത്തു വരാൻ ദൈവം നമുക്ക് പദവി തന്ന, വചനം ജഡമായി തീർന്ന ഈ മനോഹരമായ സന്ദർഭത്തെ നമ്മൾ ഓർക്കണം. ദൈവത്തിന് സ്തോത്രം. നമ്മളൊരു വാക്ക് മറ്റുള്ളവരോട് പറയുമ്പോഴല്ലേ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ അറിയുന്നത്. എന്ന് വെച്ചാൽ ഈ വേർഡ് എന്ന് പറയുന്നത്, വചനം ജഡമായി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും ചിന്തകളെ നമ്മൾ മറ്റോട് അറിയുന്നത് വാക്കുകളിൽ കൂടെ. എന്ന് പറഞ്ഞതുപോലെ യേശു ക്രിസ്തു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ഗോഡ്സ് വേർഡ്. അത് ഓർക്കണം. ദൈവത്തിൻ്റെ മനസ്സും ദൈവത്തിൻ്റെ ഹൃദയവും നമുക്ക് വെളിപ്പെടുത്തി തരുന്ന അന്തരീക്ഷമാണ് യേശു ക്രിസ്തു, വചനം ജഡമായി തീർന്നത്. ഇതുകൂടെ നമ്മൾ ഓർത്തിരിക്കാനിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം, ദൈവനാമ മഹത്വം. അവിടെ കർത്താവ് പറഞ്ഞു, ഹീ ദാറ്റ് ഹാസ് സീൻ മീ ഹാസ് സീൻ മൈ ഫാദർ. എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെയും കണ്ടിരിക്കുന്നു എന്ന് പറയാൻ ഇടയായതും അതുകൊണ്ടാണ്. അത് ഓർത്തോ. അപ്പോൾ വചനം ജഡമായി എന്നുള്ള വലിയ സത്യമാണ്. ദൈവം മനുഷ്യനായി. ആ സത്യത്തെ ഓർത്ത് ചിന്തിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. എന്ന് മാത്രമല്ല, വേർഡ് അല്ലെങ്കിൽ ഒരു വചനം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ലെറ്റേഴ്സ് അല്ലേ. അനേക വാക്കുകൾ ഉൾപ്പെടുത്താണ് ഒരു വചനം അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഒരു വാക്കുണ്ടാക്കുന്നത്. അതുപോലെ ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നതും അതിന് അത്രയും ഈ വാക്കുകൾ അല്ലെങ്കിൽ അക്ഷരങ്ങൾ ഒന്നിച്ചു ചേർത്തതാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ യേശു പറഞ്ഞു, ഐ ആം ദി അൽഫ ആൻഡ് ഒമേഗ, ഞാൻ ആദിയും അന്തവുമാണ്. അപ്പോൾ ഗ്രീക്ക് ആൽഫബറ്റിലെ ആദ്യത്തെ അവസാനത്തെയും വാക്കാണ്.
അപ്പൊ സകല വാക്കുകളും അതിനകത്തുണ്ട്. സകലതും പൂർണ്ണമായിരിക്കുന്ന വാക്ക്, വചനം വചനം വചനം. ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ, ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിലാണ് സകലതും സമാപിക്കുന്നത്. അതുകൊണ്ടാണ് എബ്രായ ലേഖന അവസാനത്തെ കാര്യമായിട്ട് യേശു ക്രിസ്തു എന്ന് പറയുന്നത്, ദൈവത്തിന്റെ അവസാനത്തെ മനുഷ്യജാതിയോടുള്ള ഇടപെടലിന്റെ അവസാനത്തെ വേർഡാണ് യേശു ക്രിസ്തു. എബ്രായ ലേഖനം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: ദൈവം പണ്ട് ഭാഗമായിട്ട് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം അരുളി ചെയ്തിരിക്കുന്നു. സോ ദേ സീ, അന്ത്യകാലത്ത്, ഈ അവസാന കാലത്ത് പുത്രൻ മുഖാന്തരം അരുളി ചെയ്ത് ദൈവത്തിന്റെ അവസാനത്തെ വേട യേശു ക്രിസ്തുവിൽ കൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. വചനം ജഡമായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യനായി തീർന്നു. എന്തിനു? മനുഷ്യജാതി രക്ഷിക്കാൻ, മനുഷ്യജാതിക്ക് സന്തോഷം തരാൻ, സമാധാനം തരാൻ, ഭയം മാറ്റുവാൻ, രക്ഷ നൽകുവാൻ. ദൈവം നമ്മെ കണ്ടല്ലോ, ദൈവത്തിന് സ്തോത്രം. എന്ന് മാത്രമല്ല, മനസ്സിലാക്കണം, യേശു ക്രിസ്തു എന്ന് പറഞ്ഞ എറ്റേണൽ വേർഡാണ്, നിത്യവചനമാണ്. എന്ന് പറയുമ്പോൾ എന്താ? നമുക്ക് 1-2 വാക്യങ്ങൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. ബിഗിനിങ് ഈസ് ദ ബിഗിനിങ് ആൻഡ് ദ എൻഡ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഇതിന് ഈസ് നോട്ട് എ ക്രീച്ചർ, അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടതല്ല ദൈവം, അല്ലെ കർത്താവ്. ഈസ് ഫ്രം ദ ബിഗിനിങ്, ആരംഭം മുതലുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് തന്നെ പറഞ്ഞല്ലോ. എന്താ പറഞ്ഞെന്നറിയാം? ആദ്യം മുതൽ ഞാൻ ദൈവമാണ്, ദൈവത്തോട് കൂടെയായിരുന്നു. ഞാൻ കർത്താവ് ഒരിക്കൽ പറഞ്ഞ്, അബ്രഹാമിന് മുമ്പ് ഞാനുണ്ട്. ഈസ് ദ എറ്റേണൽ ഗോഡ്, നിത്യനായ ദൈവമാണ് കേട്ടോ. മനുഷ്യജന്മം എടുത്തു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ വായിക്കുമ്പോൾ കെനോസിസ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആ ക്രിസ്തു യേശുവിൻ്റെ വലിയ അനുഗ്രഹത്തിൻ്റെ അനുഭവങ്ങളിൽ, കർത്താവെ, ഞങ്ങൾ ജീവിതാനുഭവങ്ങളിൽ നിന്നെ മഹത്വപ്പെടുത്താൻ ദൈവകൃപ തരണേ എന്നുള്ള നമ്മുടെ പ്രാർത്ഥനയായിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് മാത്രമല്ല, യേശു ക്രിസ്തു ദൈവത്തിൻ്റെ വചനം, അല്ലെങ്കിൽ യേശു ക്രിസ്തു എന്ന എറ്റേണൽ വേർഡ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്, അത് ക്രിയേറ്റീവ് വേർഡ് കൂടാണ്. ക്രിയേറ്റീവ് വേർഡ് എന്ന് വെച്ചാൽ സൃഷ്ടിക്കുന്ന വചനമാണ്. സൃഷ്ടിക്കുന്ന വചനം. എന്ത് സൃഷ്ടിക്കും? അതായത് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം, ജനസിസ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1 വാക്യം ഒരു പാരലാണ് അല്ലേ? എന്തുവാ? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു എന്ന് യോഹന്നാൻ സുവിശേഷം. വചനം ദൈവമായിരുന്നു നമ്മൾ വായിക്കുന്നു. ഉൽപ്പത്തിയിലോ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും, ആദി, ഇൻ ദ ബിഗിനിങ്. ഇത് രണ്ടും കൂടെ കോയിൻസൈഡ് ചെയ്യുന്ന ഒരനുഭവത്തിലേക്കാണ് നമ്മളിത് മനസ്സിലാക്കി. യേശു ക്രിസ്തുവിൻ്റെ തിരുവവതാരം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അവിടെ എന്താ? ദ ന്യൂ ക്രിയേഷൻ ആൻഡ് ദി ഓൾഡ് ക്രിയേഷൻ. ആരംഭത്തിലെ സൃഷ്ടിപ്പും പുതിയതായിട്ടുള്ള സൃഷ്ടിപ്പും ഇവിടെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്ന് മാത്രമല്ല, എന്താണ് മനസ്സിലാക്കുന്നത്? ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമി തന്നെ ദൈവം വചനത്താലാണ് സൃഷ്ടിച്ചത് അല്ലേ? സകലം ഉളവാകട്ടെ എന്ന് പറഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ലെറ്റ് ദെയർ ബി, ആകാശം ഉണ്ടാകട്ടെ, ഭൂമി ഉണ്ടാകട്ടെ, വെളിച്ചം ഉണ്ടാകട്ടെ അല്ലേ? അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകത്തെ നമ്മൾ വായിക്കുന്നു 33:9 ഇങ്ങനെ വായിക്കുന്നു: അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അത് സ്ഥാപിതമായി. അതാണ് ദൈവത്തിൻ്റെ വചനം. ക്രിയേറ്റീവ് വേർഡ്, സൃഷ്ടിക്കപ്പെടുന്ന ദൈവവചനം. അപ്പൊ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ജഡമായി തീർന്ന് നമ്മളീ പറയുന്നത് എവിടെ? ആരംഭത്തിൽ പറഞ്ഞ സർവ്വജനത്തിനുള്ള മഹാസന്തോഷമായി ഈ ഭൂമിയിൽ പറഞ്ഞ കർത്താവിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ചോദിക്കട്ടെ, ഈ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ വലിയവനായ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി തന്നത് എന്തിനു വേണ്ടി? നമ്മൾ ശ്രദ്ധിക്കണം. ദൈവമാണ് സകലത്തിനും കാരണഭൂതൻ. ദൈവമാണ്. ദൈവം എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു ആണെന്ന കൊലോസ്യലേഖനം 1:16-17 രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. God created all things through Jesus Christ. ദൈവം സൃഷ്ടിച്ചത് മുഴുവൻ യേശു കർത്താവിൽ കൂടെയാണ്. 17-ാം വാക്യത്തിലേക്ക് വരും: അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിന് 139 സങ്കീർത്തനക്കാരൻ പറയുന്നു, നടക്കുന്നതും ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ഒക്കെ അറിയുന്ന, നിരൂപണം കൂടെ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്ന ഈ അണ്ടഘടാകങ്ങളെ സൃഷ്ടിച്ച വലിയവനായ ദൈവമാണ് സകലത്തിനും കാരണഭൂതൻ. അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ ആവർത്തിച്ച് പറയുകയാണ്. ഈ മണിക്കൂറുകളിൽ സകലത്തിനും ആധാരമായിരിക്കുന്ന ദൈവം നിന്നെ സ്നേഹിച്ച് നിന്റെ അടുക്കൽ വന്നു, തൻ്റെ മഹിമകളൊക്കെ വിട്ടു വന്നു. ഇത് ചിന്തിക്കുമോ? ക്രിസ്മസ് എന്ന് പറഞ്ഞ് നല്ല ആഹാരം കഴിക്കുമ്പോൾ, കേക്ക് കഴിക്കുമ്പോൾ
അത് കൂട്ടുകാർക്ക് കൊടുക്കുമ്പോൾ ഒക്കെ നല്ലത്, ഓക്കെ. സന്ദേശങ്ങൾ കൈമാറുമ്പോൾ അല്ലെങ്കിൽ വലിയ മനോഹരമായ ട്രീകളൊക്കെ വെക്കുമ്പോൾ ഒക്കെ ഗോ അഹെഡ്. പക്ഷെ ഇതിന് അന്തർഭാഗത്തിലൊരു സത്യമുണ്ട്. വലിയവനായ ദൈവം ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു. ഗോഡ് ക്രിയേറ്റഡ് എന്ന് പറയുമ്പോൾ ദൈവം തമ്പുരാൻ സൃഷ്ടിച്ച ഈ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ച് മനോഹരമെന്ന് കണ്ട ആ അന്തരീക്ഷത്തിൽ അവൻ അനുഗ്രഹിക്കപ്പെടുവാൻ, അവൻ നശിച്ച ആ നാശത്തിൽ, നരകത്തിൽ അവസാനിക്കാതിരിക്കാൻ ദൈവം ഈ ഭൂമിയിലേക്ക് ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ അയച്ച സത്യം കൂടെ ഓർക്കണം. ആൻഡ് വാട്ട് ഈസ് അവർ റിയാക്ഷൻ? നമ്മുടെ പ്രതികരണം എന്താ അതേക്കുറിച്ച്? നാളുകളായി കേൾക്കുന്നുണ്ടല്ലോ, എത്ര നാളുകളായി ഇതൊക്കെ കേൾക്കുന്നു. പക്ഷേ ഫലമുണ്ടോ എന്ന് ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മളെപ്പോലൊരു മനുഷ്യനായിരുന്നു അല്ലെ. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമുക്കറിയാം, ശബരിയായിലെ കരയിൽ ചെന്നപ്പോൾ കർത്താവ് വെള്ളത്തിന് വേണ്ടി ദാഹിച്ചു അല്ലേ. കർത്താവ് വിശന്നതിനെ കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. വേദന വന്നപ്പോൾ ഞരങ്ങി, ലാസറിന്റെ കല്ലറയ്ക്കൽ അവൻ കരഞ്ഞു. ഇതൊക്കെ നമ്മൾ സാധാരണ മനുഷ്യ ജീവിതത്തിലുള്ള മനുഷ്യനായി ഈ ഭൂമിയിൽ ദൈവം വന്നു. He took the form of man. അത് നമ്മൾ ഓർത്തിരിക്കണം. ദൈവത്തിന് സ്തോത്രം. എങ്കിലും പാപമില്ലാതെ ഈ ഭൂമിയിൽ ജീവിച്ച വലിയവനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് മണിക്കൂറുകളിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവേ സ്തോത്രം. യേശു കർത്താവിന്റെ വെർജിൻ ബർത്ത് അല്ലെങ്കിൽ കന്യകയിൽ ജനിച്ചത് മുതൽ അത്ഭുതകരമായ ജീവിതാന്തരീക്ഷങ്ങളിൽ പരിശോധിക്കുമ്പോൾ ജഡമായി തീർന്നു. ഫോർ വാട്ട്? എന്തിനു വേണ്ടി? ഫോർ യു, ഫോർ യു, ഫോർ യു. അതെ, നാളുകളായി ക്രിസ്മസ് ആഘോഷിക്കുന്ന, സന്തോഷിക്കുന്ന, അതിൻ്റെ സന്തോഷം പങ്കിടുന്ന എല്ലാവരും ശാന്തമായി പരിശോധിക്കണം. ഈ യേശു നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ബേത്ലഹേമിലെ കാലിക്കൂട്ടി ജനിച്ച് അവിടെ തന്നെയാണോ നമ്മുടെ ഉള്ളങ്ങളിൽ ജനിച്ചിട്ടുണ്ടോ? എങ്കിൽ മാത്രമേ ജീവിതം ധന്യമായി തീരൂ. ആ സ്നേഹത്തിൻ്റെ സന്തോഷം പറയട്ടെ. ഞങ്ങളത് ഓർമ്മിപ്പിക്കുകയാണ് ഈ മണിക്കൂറുകളിൽ. ദൈവത്തിന് സ്തോത്രം. കാരണം ഈ വലിയൊരു യാഥാർത്ഥ്യം എവിടേക്കാണ് നമ്മളെ നടത്തുന്നല്ലോ? വലിയ മഹത്വത്തിലേക്ക്. The revelation of God's glory is an important theme in John's Gospel. യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ വെളിപ്പാടാണ് യോഹന്നാൻ സുവിശേഷത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ഗൗരവത്തോടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. തൻ്റെ വ്യക്തി ജീവിതത്തിലും തൻ്റെ ശുശ്രൂഷയിലുമെല്ലാം കർത്താവ് ഈ തൻ്റെ മഹത്വം വെളിപ്പെടുത്തി 7 അത്ഭുതങ്ങൾ ചെയ്തതിനെക്കുറിച്ച് പ്രത്യേകമായി ഈ യോഹന്നാൻ സുവിശേഷത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അടയാളങ്ങളുടെ ആരംഭമായി യാനാവിലെ കല്യാണ വീട്ടിൽ യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. അങ്ങനെ 11-ാം വാക്യം മഹത്വം വെളിപ്പെടുത്തിയെന്ന് കേട്ട്. He revealed his glory. ദൈവം മഹത്വം വെളിപ്പെടുത്താനായിട്ട് ഈ ഭൂമിയിൽ ജഡമായി അവതരിച്ചു. എന്തിനാ? എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ നീ ഓർഡിനറിയായി, സാധാരണക്കാരനായി അവസാനിക്കാതെ, നിരാശനായി തീരാതെ, മനോഹരമായ ജീവിതം, തേജസ്സുള്ള ജീവിതത്തിൻ്റെ ഉടമയായി തീരാതെ. തേജസ് എന്ന് പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഈ തേജസ് എന്നൊക്കെ പറയുമ്പം കൊരിന്ത്യലേഖനത്തിൽ വായിക്കുമ്പോൾ ഓൾഡ് ഗ്ലോറി അല്ലെങ്കിൽ പഴയ നിയമത്തിലെ തേജസ് എന്ന് പറയുന്നത് മാറിപ്പോകുന്നവർ, ഫെയ്ഡ് ചെയ്യുന്നവർ, മങ്ങിപ്പോകുന്നവർ, മോശം മൂടുപടം ഇട്ടതോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിസ്തരിക്കാൻ സമയമില്ല. എന്നാൽ പുതിയ നിയമത്തിലെ ഗ്ലോറി എന്ന് പറയുന്നത് മാഞ്ഞു പോകുന്നതല്ലാതെ വർദ്ധിച്ചു വരുന്നതാ. അതുകൊണ്ട് ആ 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന് 17 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പറയാം, എന്നാൽ മൂടുപടം നീങ്ങിയ പോകത്ത് കർത്താവായ യേശു ക്രിസ്തുവിനെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരാകയാൽ നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. ഇൻ ഓർഡർ ദാറ്റ് യു ഷുഡ് റിസീവ് ദാറ്റ് ഗ്ലോറി ഇൻ യുവർ ലൈഫ്. നിന്റെ ജീവിതത്തിൽ ഈ മഹത്വം വെളിപ്പെടേണ്ടതിനാണ് കർത്താവ് വന്നത്. വചനം ജഡമായി നിനക്ക് സമാധാനം തന്ന്, നിനക്ക് സന്തോഷം തന്ന്, നിത്യരക്ഷ തന്ന് നിന്നെ സ്വർഗീയ പൈതലാക്കി തീർക്കാൻ ഗോഡ് ബിക്കെയിം മാൻ. ദൈവം മനുഷ്യനായി തീർന്നു. മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് ഈ മണിക്കൂറുകളിൽ ദൈവവചനം കേൾക്കുമ്പോൾ ഇത്ര വലിയൊരു അനുഗ്രഹത്തിൻ്റെ മണ്ഡലങ്ങളിൽ എന്നെ ആക്കാനാണല്ലോ കർത്താവ് ഈ ഭൂമിയിൽ വന്നത്. ദൈവം ഭൂമിയിൽ മനുഷ്യനെ അവതരിച്ച മനോഹരമായ മർമ്മം കർത്താവെ ഞാൻ മനസ്സിലാക്കുകയെന്നില്ല. വിസ്മരിച്ചു പോയി. ക്ഷമിക്കണം. ഈ മണിക്കൂറുകളിൽ എൻ്റെ ഈ ജീവിതത്തെ സംബന്ധിച്ച് നീ എൻ്റെ ഉള്ളത്തിൽ വരണേ കർത്താവെ. എൻ്റെ ഉള്ളത്തിൽ ഒന്നൊന്ന് ജനിച്ച് ഈ സമാധാനവും സന്തോഷമുള്ള ദൈവകൃപയുള്ള തേജസ്സിൻ്റെ നിത്യഘനം ലഭിക്കുന്ന അന്തരീക്ഷങ്ങളിലേക്ക് എന്നെ നടത്തണമെന്ന് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ? എങ്കിലേ ക്രിസ്തുമസ് അർത്ഥപൂർണമാവൂ. ദൈവത്തിന് സ്തോത്രം. എത്ര പേര് പ്രാർത്ഥിക്കും? ഈ പ്രത്യാശ എനിക്കുണ്ട് കേട്ടോ, അല്ലെ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ആ ധൈര്യത്തോടെ പറയുന്നത്. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് ജീവിതാനുഭവങ്ങളിൽ, വിസ്തരിക്കുന്നില്ല. വചനം കേൾക്കുന്നവരെ വചനം ജഡമായി തീർന്ന്
സ്വർഗത്തിലെ ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് നിനക്ക് നന്മ നൽകാൻ, നിന്നെ തേജസ്സിലേക്ക് നടത്താൻ, സാധാരണക്കാരനായി അവസാനിക്കാതെ തേജസ്സിന് ഫ്രം ഗ്ലോറി ടു ഗ്ലോറി, ആ ഉന്നതമായ ജീവിതാന്തരീക്ഷം ഉയർന്ന മേഖലയിൽ നിന്ന് നടത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. മനസ്സുണ്ടോ? വിൽ യു സറണ്ടർ യുവർ ലൈഫ്? ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തി സമർപ്പിക്കാൻ മനസ്സുണ്ടോ? ആ പ്രത്യാശയുള്ളവർക്കായി, അങ്ങനെ സമർപ്പിച്ചവരായി, യേശു ഉള്ളത്തിൽ വന്നവരായി, ക്രിസ്മസിൻ്റെ അർത്ഥം മനസ്സിലാക്കിയവർക്കായിട്ടൊക്കെ സ്തോത്രം ചെയ്യുമ്പോൾ വേറെ ചില സന്തോഷങ്ങളിലാണ് ക്രിസ്മസ് അവസാനിക്കുന്നുണ്ടെങ്കിൽ ഒരു പരിതാപത്തിൻ്റെ മേഖലയാണ് അത് നിനക്കുണ്ടാകാതിരിക്കാൻ. ദൈവസന്നിധി വിനയപ്പെടാൻ പ്രാർത്ഥിക്കുമോ? എത്ര പേര് പ്രാർത്ഥിക്കും? താല്പര്യമുണ്ടോ? ആൻഡ് ഡോണ്ട് യു എവർ വെയിറ്റ് ഫോർ എ പ്രോബ്ലം ടു എൻകൗണ്ടർ യു. വലിയ പ്രശ്നങ്ങൾ വന്നിട്ട് ദൈവത്തിനോട് അടുത്ത് വരാൻ ശ്രമിക്കാതെ, ദൈവം നന്മ തന്നിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ദൈവം ചെയ്ത നന്മയോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് വിനയപ്പെട്ടുകൊണ്ട്, കർത്താവേ എന്നെയും രക്ഷിച്ച ആ തേജസ്സിലേക്ക് നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. മനസ്സുണ്ടോ? കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കുക. നിത്യനായ ദൈവമേ, സ്വർഗപിതാവേ, അങ്ങേ പുത്രൻ ഞങ്ങളുടെ കർത്താവുമായ യേശു കർത്താവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഈ പ്രത്യേക ദിവസം ലോകത്തെമ്പാടും കർത്താവേ, ആമേൻ, ജാതി മത വ്യത്യാസമിനി എല്ലാവരും അങ്ങയുടെ വരവിനെ, അങ്ങയുടെ ജനനത്തെ സന്തോഷിക്കുന്ന, ആഘോഷിക്കുന്ന മനോഹരമായ ദിവസം. ഈ മണിക്കൂറുകളിൽ നിന്ന് മാറ്റമില്ലാത്ത വചനം പറയാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. വചനം ലോകത്തിന് വിവിധ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് കേട്ടിരുന്ന എല്ലാവർക്കായി സ്തോത്രം. അത് കേട്ടനുസരിക്കുന്നവരായി ജീവിതം ക്രമപ്പെടുത്താൻ, നിത്യമായ സന്തോഷത്തിന് ഉടമകളായിരുന്നു കൊണ്ട് ദിവ്യമായ സമാധാനമുള്ളവരായി, ദൈവകൃപരക്ഷ കണ്ടെത്തി തേജസ്സുള്ളവരായി, മാറിപ്പോകുന്ന തേജസ്സല്ല, അമേൻ, മേൽക്കുമേൽ വർദ്ധിക്കുന്ന അനുഗ്രഹത്തിന്റെ മേഖലകളിൽ എല്ലാവരെയും നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അപ്രത്യാശയുള്ള ജനത്തിനായി സ്തോത്രം. അല്ലാത്തവരെ ദൈവം അതിലേക്ക് നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അതിനെ കേട്ട് സമർപ്പിക്കുന്ന എല്ലാവരെയും ആശീർവദിക്കണം. വരുന്ന പുതിയ വർഷം അവർക്ക് അനുഗ്രഹമായി തീരാൻ, ഒരു പുതിയ ജീവിതത്തിലേക്ക് എല്ലാവരെയും നടത്തിയ നാമം മഹത്വപ്പെടണമേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. God bless you. ഈ വചനങ്ങൾ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കൗൺസിലിംഗ് ആവശ്യങ്ങൾക്കുമായി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവയിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. God bless you.